നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസേറും നിൻ മുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ദൈവനാമത്തിനു മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 50-ാം സങ്കീർത്തനം 18-ാം വാക്യം. കള്ളനെ കണ്ടാൽ നീ അവന് അനുകൂലപ്പെടുന്നു, വ്യഭിചാരികളോട് നീ പങ്കു കൂടുന്നു. തെറ്റ് ചെയ്യുന്നത് മാത്രമല്ല, തെറ്റിനെ അംഗീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നതും ദൈവസന്നിധിയിൽ പാപമാണ്. പാപത്തോടുള്ള കൂട്ടുകെട്ട് അപകടകരമാണ്. കള്ളനെ കണ്ടാൽ നീ അവന് അനുകൂലപ്പെടുന്നു എന്നാണ് വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതായത്, നാം നേരിട്ട് മോഷ്ടിച്ചില്ലെങ്കിലും മോഷണത്തെ എതിർക്കാതിരുന്നാൽ അതിനെ അംഗീകരിക്കുന്നത് പോലെയാണ്. ഇന്ന് നാം അനീതിയെ കണ്ടിട്ടും മിണ്ടാതിരിക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഭാഗമാകുവാനുള്ള സാധ്യതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നല്ല സ്വഭാവം നല്ല കൂട്ടായ്മയിൽ വളരുന്നു. വ്യഭിചാരികളോടുകൂടെ പങ്കാളിയായവരെക്കുറിച്ച് ഈ വചനം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ജീവിതശൈലി എന്നിവ നമ്മെ സ്വാധീനിക്കുന്നു. അതുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന കൂട്ടായ്മ തിരഞ്ഞെടുക്കേണ്ടതിന് അതിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കണം. ദൈവം ഹൃദയത്തിൻ്റെ നിലപാടുകൾ നോക്കുന്നവനാണ്. പുറമെ മതപരമായ ജീവിതം നയിച്ചാലും ഉള്ളിൽ പാപത്തെ അനുകൂലിക്കുന്ന മനോഭാവമുണ്ടെങ്കിൽ അത് ദൈവത്തിന് പ്രസാദകരമല്ല. ദൈവം നമ്മുടെ പ്രവൃത്തികളോടൊപ്പം നമ്മുടെ മനസ്സിനെയും പരിശോധിക്കുന്നു. പ്രിയമുള്ളവരെ, പാപം ചെയ്യാതിരിക്കുക മാത്രമല്ല, പാപത്തോടുള്ള എല്ലാത്തരം കൂട്ടുകെട്ടും നാം ഉപേക്ഷിക്കണം. ദൈവം സത്യസന്ധമായ ഹൃദയവും വിശുദ്ധമായ ജീവിതവുമാണ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ആ തരത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നിലപാടുകളെ ഒരുക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം. പ്രാർത്ഥിക്കാം. കർത്താവേ, തെറ്റിനെ അംഗീകരിക്കാതെ സത്യത്തിനു വേണ്ടി നിലകൊള്ളുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.